ഇന്നത്തെ ഈവനിങ് എങ്ങനെയാന്ന് നോക്കാം. നമുക്കേ അമ്മയെ വിളിക്കാം. അമ്മ. ഓ. അമ്മച്ചി. ഓ. ഇങ്ങ വന്നേ. മുളക് വാടി എന്നിട്ട് ഇച്ചിരി വെള്ളം മുക്കി ഒഴിക്കാൻ വയ്യ എനക്കല്ലേ. അതിന് വെള്ളം ഒഴിച്ചില്ല. അമ്മാതിരി വെയിലല്ലേ. വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ അത് ഉണങ്ങൂലായിരുന്നു. എന്റെ കൃഷിയെല്ലാം പോവും. എനിക്കൊരു സംശയം. നമ്മളെയൊക്കെ വീട്ടിലെ സാരികൾ വാരി കൊണ്ടുവന്ന് അവന്മാരെ കൊടുത്താ അതിനൊന്നും പൈസ ഇല്ലെന്നാണ് പറയുന്നത്. അത് നല്ലൊരു സംശയമാണ് അമ്മ ചോദിച്ചത്. ഇപ്പം ഞാനും അത് നേരിട്ട് കണ്ട സ്ഥിതിക്ക് അമ്മയ്ക്കറിയാലോ, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അതിന്റെ അനുഭവം. ഞാൻ പറഞ്ഞത് നമ്മളെ പോലെ ഒത്തിരി പേർക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഈ പഴയ പട്ടുസാരി പരസ്യമൊന്നുമില്ല. ആരും പറഞ്ഞു പരസ്യമൊന്നും. അതെ, കുറേ പേരെ സംശയമാണ്. അമ്മയ്ക്കും സംശയം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരിട്ട് പോയി ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ആ സംശയം മാറി കിട്ടിയത്. ഈ ഓൾഡ് പട്ടുസാരി കൊടുത്താൽ ക്യാഷ് കിട്ടും. ഇതെന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ പറയുന്നത്. അതായത് അബദ്ധങ്ങളൊന്നും വന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് അവർക്കും നമുക്കും ദോഷകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല, ഞങ്ങളുടെ ഒരു നേരിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതെന്ന് വെച്ചാൽ ഓൾഡ് പട്ടുസാരി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും വില കൂടിയ സാരി ഉണ്ടാവണം. അതായത് വെള്ളി കസവ് എന്ന് പറയുന്ന ആ സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കൊണ്ടുവന്ന് ഒരച്ചു നോക്കണം, ഒരച്ചു നോക്കാനൊന്നുമില്ല. എന്റെ കല്യാണ സാരി എന്നെ നൂല് കൊണ്ടുള്ളതാണ്. നൂല് മഞ്ഞ ഗോൾഡ് നൂലാണത്. അപ്പോഴത്രത്തോളം വില കൂടിയ സാരി ഒരു 10-25,000. ഇപ്പോഴത്തെ 25,000. ഇപ്പൊ അത് അങ്ങനെയൊക്കെയുള്ളൊരു സാരിക്ക് 50,000. പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ ഇതുള്ള അത് പാരമ്പര്യമായിട്ട് അവരെ അമ്മൂമ്മമാരെ പട്ട് സാരി എടുത്ത് മോളെ കല്യാണത്തിന് ആ കൈത്തറി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ പട്ടൂരി അടുത്ത സാരിയിൽ ഫിറ്റ് ചെയ്ത് അത്ര ഇരിക്കും ആ സാരികൾ. പക്ഷെ ഇവര് പറയുന്നത് വെച്ചാൽ ഈ വെള്ളി കസവ്, ഞാൻ അവരുടെ ചോദിച്ചേട്ടാ, വെള്ളി കസവ് എല്ലാവരിലും കാണത്തില്ലല്ലോ. നോർമൽ, അതായത് സാധാരണ ആൾക്കാരിൽ കാണില്ലല്ലോ, കുറച്ച് പേരിലല്ലേ കാണത്തോളം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല മാഡം, ഇതൊക്കെ ഉണ്ട്, മിക്കവരിലും കാണും, നിങ്ങളിങ്ങനെ ഒരച്ചു നോക്കിയാൽ മതി. അറിഞ്ഞൂടാ. അപ്പൊ സംഭവം ശരി തന്നെ. ഇവര് പറയുന്നത് നമ്മൾ ആ സ്ലേറ്റില്ലേ, കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്ലേറ്റ്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ സ്ലേറ്റ് ക്ലീൻ ചെയ്തിട്ട് ഈ സാരിയുടെ ആ കസവ് വെച്ചിങ്ങനെ ഉരച്ചു നോക്കുമ്പോ വെള്ള കളർ വീഴണം. അതിന് മാത്രമേ പൈസ ഉള്ളൂ. അല്ല അത് ഗോൾഡ് കണക്കിരിക്കും, വെള്ളിയുടെ അളവ് കണക്ക്. അപ്പൊ നമ്മളിങ്ങനെ ഉരച്ചു നോക്കുമ്പോഴത്തേക്ക് ആ വെള്ള കളർ വീഴണം. അപ്പൊ അതിന് മാത്രമേ സാരിക്ക് പൈസ ഉള്ളെന്നാണ് പറയുന്നത്. അത് വെള്ളി കസവായിട്ട് തന്നെ തോന്നിക്കും സാരിക്കകത്തും. മനസ്സിലായില്ലേ? ഗോൾഡ് കളർ വരത്തില്ല. ഇതിപ്പോ നമ്മളെ പോലുള്ള ഒരു സാരി വാങ്ങുമ്പം നമ്മൾ ജസ്റ്റ് ഒരു 1000, 1500, 1200 സാരി ആയിരിക്കും വാങ്ങുന്നത്. ഈ സാരി കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് അതെല്ലാം കൂടെ പറക്കിക്കൊണ്ട് ചിലപ്പോ നമ്മൾ അവിടെ കൊണ്ട് ചെല്ലും. അപ്പൊ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെമ്പായിരിക്കും. അത് നമ്മൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ അത് ഉരച്ച് നോക്കി അത് കൺഫേം ആണെങ്കിൽ മാത്രം പോയത്. കാരണം ഞങ്ങൾ അവിടെ നിൽക്കവേ തന്നെ ഒത്തിരി പേര് വന്ന് ഇങ്ങനെ ഉരച്ചു നോക്കിട്ടാ, ഇത് സെമ്പാണ് മാം, ഇത് സെമ്പ് എന്ന് പറഞ്ഞ 50 രൂപ. ചെറുക്ക് പൈസ പോലും കൊടുക്കത്തില്ല. പക്ഷെ പൈസ കിട്ടിയവരും ഉണ്ട് കേട്ടാ. ഞാൻ അവിടെ നിൽക്കുമ്പം 2 ചേച്ചിമാര് വില പേശി വാങ്ങും. 2 ചേച്ചിമാര് വന്നിട്ട് 3000, 6000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. ചിലപ്പോ 1-2 സാരികൾ വില കൂടിയതായിരിക്കും. ആ വില കൂടിയതിനകത്ത് ഈ വെള്ളി ഒക്കെ കാണും. അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകും. പണ്ട് ഈ ഒറിജിനൽ കശവ് സാരി തുന്നുന്നവര് തലമുറകളായിട്ട് ആ സാരി ഇങ്ങനെ മോളെ കല്യാണം വരുമ്പോ നെയ്യുന്നവരെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ കസവ് ഊരി അടുത്ത സാരി ഫിറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആളുകളൊന്നും അതിന് മെനക്കെടാൻ നിൽക്കാതെ അതുകൊണ്ടൊന്ന് കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ കളയാക്കി പറഞ്ഞൊക്കെ ഇരിക്കുന്ന ആരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കുമ്പോ അവര് നല്ല വില കൊടുക്കും. അതെ, നമ്മൾ ഈ വിഷ്ണു സിനിയുടെ അക്കൗണ്ടിൽ നമ്മൾ പരസ്യം എടുത്താൽ അത് എപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കൂ. അല്ലാതെ വലിയ പൈസ കിട്ടിട്ട് ആക്രാന്തം മൂത്തിട്ട് നമ്മൾ ആവശ്യമില്ലാതെ പരസ്യം ഞങ്ങൾ എടുക്കാറില്ല. നമുക്ക് ഉപകാരപ്രദമാണ്. ഒരുപാട് നമുക്ക് പരസ്യം വരാറുണ്ട്, പക്ഷെ ഞങ്ങൾ എടുക്കാറില്ല കേട്ടോ. എടുക്കാറില്ലാത്ത മെയിൻ റീസൺ ഇതാണ്, ജെന്യുവിനിറ്റി തോന്നണം നമുക്കും കൂടെ. ഗെയിമോ, എന്തോരം ഗെയിം, അതൊക്കെ എന്തിനാ മനുഷ്യന്മാരെ പറ്റിക്കുന്ന, മറ്റേ പൈസ വെച്ച് കളിക്കുന്ന. ഒരിക്കലും നമ്മൾ എടുക്കത്തില്ല. ഒത്തിരി എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോ കോടീശ്വരന്മാരായേനെ. നമ്മുടെ ലെവലൊക്കെ മാറിയാൻ അങ്ങനെ വല്ലതൊക്കെ ചെയ്തത്. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്യാറില്ല. മാക്സിമം ഈ ഏറ്റവും കൂടുതൽ നമ്മളെ വീഡിയോ കാണുന്നത് സാധാരണ ആൾക്കാരാണ്.
അപ്പൊ ആ സാധാരണ ആൾക്കാർക്ക് ഉപകാരപ്രദം കാശുള്ളവരും കാണും അല്ലേ നമ്മള് കാണും. അങ്ങനെയല്ല, ഈ കാശുള്ളത് പോട്ടെ, കാശില്ലാത്ത പക്ഷെ ആരും പറ്റിക്കണ്ട. പരസ്യം എന്ന് വെച്ചാല് കുറച്ച് പറ്റിപ്പും പരിപാടിയൊക്കെ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, ചില പരസ്യങ്ങൾ നല്ല ഇപ്പൊ നമുക്കിപ്പം ഒരു വാഷിംഗ് മെഷീൻ്റെ തന്നെ ആയിക്കോട്ടെ, 20,000 രൂപ അടുത്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നതും 3,000 രൂപ അടുത്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ അത് ക്വാളിറ്റിയും ഗുണമൊക്കെ അതുപോലെ ആയിരിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. നല്ല വാഷിംഗ് മെഷീൻ ആയിരുന്നു, നല്ല വാഷിംഗ് മെഷീൻ ആയിരുന്നു. അപ്പൊ ഞാൻ 3 നമ്മളിപ്പോ വാങ്ങിച്ചു, അവിടെ പൊടിയും വാങ്ങിച്ചു. അപ്പോൾ അത്രയും നല്ല, അതായത് ജനങ്ങൾക്കും കൂടെ ഉപയോഗമുള്ള പരസ്യം, നമ്മളെ വിശ്വസിച്ച് പോണ അല്ല. നമ്മൾ എന്ത് പരസ്യം ചെയ്താലും ജെനുവിനിറ്റി നോക്കി ഉപയോഗിച്ച് അങ്ങനെയൊന്നും പരസ്യത്തിൽ കയറി നമുക്കൊന്നും കളിക്കാൻ പറ്റില്ല. ആൾക്കാരെ പറ്റിച്ചൊരു പരിപാടി പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അതേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഗെയിം ആണ് മറ്റേതാണ് മറിച്ചിടന്ന് ചോദിച്ച അക്കൗണ്ടിൽ മെസ്സേജ് ഇടുന്നത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് അത് വേണ്ട. മൊബൈൽ വഴി തൊഴിൽ നേടാം, ഓൺലൈൻ വഴി അതിലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ചെയ്യത്തില്ല, കാരണം നമ്മള് വിശ്വാസമില്ല. എനിക്കറിയത്തില്ല അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. അത് കാര്യം ഇപ്പം ഓൺലൈൻ വഴി വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞ് മെസ്സേജ് വരുമ്പം ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ഓൺലൈൻ വഴി വരുമാനം കണ്ടെത്തിയിട്ട്, അതായത് അവർ പറയുന്ന തൊഴിലൂടെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അതിൽ വരുമാനം കിട്ടുമെന്ന്? സോ അതുകൊണ്ട് ഞാൻ ആ പരസ്യങ്ങളൊന്നും എടുക്കാറില്ല. അപ്പം ഞങ്ങൾ എന്ത് പരസ്യം ചെയ്താലും നോക്കിക്കൊണ്ട് മാക്സിമം എടുക്കാറുള്ളൂ. ഇതുവരെയുള്ള എല്ലാ പരസ്യങ്ങളും വലിയ അബദ്ധങ്ങൾ പറ്റിയിട്ടില്ല. ക്വാളിറ്റി നോക്കും, എല്ലാം നോക്കും. അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ചേ പരസ്യം പിടിക്കും, എന്നാലും മാക്സിമം നല്ലതായിരിക്കും. പിന്നെ ചെറിയ എനിക്കൊന്ന് തുണിക്കടയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ചെറിയ അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റും. കാര്യം തുണിക്കടയിലൊരു രഹസ്യമുണ്ട്. ഞാൻ ചില സത്യങ്ങളൊക്കെ ചെറിയ എന്ന് വെച്ചാൽ തുണിക്കടയിലൊക്കെ നമ്മളിപ്പം ഓഫർ എന്നും പറഞ്ഞിപ്പോൾ നമ്മളെ പോലെയുള്ള പിന്നെ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ വിളിച്ചെടുത്ത് ഇത് ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പം നമ്മൾ പറയുന്നത് ചിലപ്പം 50 രൂപയ്ക്ക് സാരി എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നതായിരിക്കൂല ഈ നമ്മളെ വിശ്വസിച്ച് ചെല്ലുന്ന നമ്മുടെ ഫോളോവേഴ്സ് അവിടെ ചെല്ലുമ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് കള്ളത്തരങ്ങൾ തുണിക്കടയിൽ കാണിക്കുന്നുണ്ട്. എല്ലാ കടയിലും അത് കുറച്ച് അബദ്ധം നമുക്ക് പറ്റി. പക്ഷെ എല്ലാ കടയിലും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള ഒരു 70 പേരും ജെനുവിനാണെങ്കിൽ ഒരു 30 പേരും കള്ളത്തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അബദ്ധം ചെറുതായിട്ട് നമുക്കൊന്ന് പറ്റി, പക്ഷെ നമ്മളത് തിരുത്തി. കാര്യം ഈ പോണവർ മാക്സിമം നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കും, പേഴ്സണലായിട്ട് ചോദിക്കും. ഈ മിക്കവർക്കും പരസ്യം ചെയ്യുമ്പോൾ ഇവരെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ വരും എന്നല്ല, ഞങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇത് കൊള്ളാമോ, ചേച്ചി ഇത് പരസ്യത്തിന് വേണ്ടി പറഞ്ഞോ, ചേച്ചി യൂസ് ചെയ്തിട്ട് തന്നെയാണോ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പൊ എനിക്കുള്ളതെങ്കിൽ ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് പറയാറുണ്ട്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനൊരു ടോപ്പിക്ക് കൊണ്ടുവരാൻ കാര്യം, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ജെനുവിനിറ്റി നോക്കിയാണ് മാക്സിമം ചെയ്യാറ്. അതൊക്കെയാണ്. പിന്നെ ഈ പട്ടുസാരിയുടെ പരസ്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ പട്ടുസാരി ഇത് ഉള്ളതാണോ ചേച്ചി, ഇത് പരസ്യത്തിൽ പറയുന്നുള്ളതാണോ? അത് ഇതാണ് കേട്ടോ മറുപടി. നമ്മുടെ കയ്യിൽ ആ സാരി ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടിയ സാരി ഉണ്ടെങ്കിൽ, അത് പഴയതാണെങ്കിൽ കൊടുത്താൽ ക്യാഷ് കിട്ടും. വെള്ളയാണെങ്കിൽ, വെള്ളിക്കസവാണെങ്കിൽ, വെള്ളിയായാലും പിന്നെ ഇത് യഥാർത്ഥ കസവായാലും യഥാർത്ഥ വെള്ളിക്ക് 2ാം സ്ഥാനവും മറ്റേന് 1ാം സ്ഥാനവും. അതേതാണ്? സ്വർണ്ണ കസവാ. പക്ഷെ അതാരും എല്ലാരും വാങ്ങത്തില്ലല്ലോ. പണ്ട് പക്ഷെ കല്യാണ സാരി ഉണ്ട്, പണ്ടത്തെ പട്ടുസാരി എന്ന് പറയുന്നത് അതാണ്. പണ്ട് നമ്മളമ്മയുടെ ഒക്കെ കാലത്തെ പട്ട്. പിന്നെയാണ് ഇങ്ങനെ ഈ ഡിസൈന് പല പല പണ്ടത്തെ എന്ന് വെച്ചാൽ ഒറിജിനലാണ്. അത് മായവും ചെയ്യത്തില്ല. ഇപ്പോഴാണ് പ്ലാസ്റ്റിക്, കോപ്പർ, എന്തൊക്കെയാ ഇറങ്ങുന്നത്. അതൊരു കാര്യമുണ്ട്. അപ്പോഴ് യഥാർത്ഥ കശവ് സാരിക്കൊപ്പം നിൽക്കും പാവങ്ങളെ വീട്ടിലെ ഒരു കല്യാണത്തിന് കുറഞ്ഞ സാരി മേടിച്ചാലും ഒരുപോലെ ആയിരിക്കും. കൃഷി എന്റെ കൃഷിയുടെ കാര്യമൊന്നും പറയണ്ട. എന്റെ മുളകിന് വെള്ളം ഒഴിച്ചില്ല. അവര് ശിവഗിരി പോയിരുന്നു, ഞാൻ പോണു മതിയാക്കി പോയി. ഞാൻ സാരിയുടെ കാര്യം പറയാനാണ് വന്നത്. നീ മതിയാക്കിയാണ്. ചീനി പുഴുതാ ചീനി വിടുന്നതിന് മാത്രമല്ല വേറെ എന്തിനാ വീഡിയോക്ക് ഒരു കമന്റ് വന്നായിരുന്നു. ബാഡ് കമന്റ് ആണോ? അത് നമ്മൾ ഈ ചെവി കൂടെ കെട്ടി ഇതിൽ കൂടെ കളയണം. ബാഡ് കമന്റ് ഒന്നും പിന്നെന്താ? എന്താ ഒരു കമന്റ് വന്നു, അമ്മയായിട്ട് കഷ്ടപ്പെടുത്തുന്ന നമ്മള്. അതിന് സത്യല്ലേ? കാണുന്നവരെ കണ്ടറിഞ്ഞൂടെ ഞാൻ മോശമായി വരുന്നു, നിങ്ങൾ കനത്ത് വരുന്നു. ആര്? അയ്യോ സിനിമയുടെ വിശേഷങ്ങളൊക്കെ സിനിമ നല്ല
ഒരു പുതിയ സിനിമ ഇങ്ങനെ ചുമ്മാ ഇരി. ഇല്ല മാച്ച് കളഞ്ഞൊക്കെ സിനിമയൊന്നും വന്നില്ല. പരമ്പരം ഉടനെ ഇറങ്ങും OTP-ലൊക്കെ. നമുക്ക് എല്ലാവർക്കും അതിന്റെ പ്രതീക്ഷയിലാണ്. പിന്നെ ഇനി അമ്മയ്ക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ, നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ അല്ലേ അമ്മ? എന്നിട്ടാണ് നമ്മളങ്ങ് പോവാൻ. ഈ മണ്ടത്തരങ്ങളെ കൂട്ടത്തി ഒരു സിനിമയും ദൈവമേ. അമ്മ എത്ര ഉയരത്തെത്തിയാലും നമ്മളെ കളയത്തില്ല. നമ്മളെ കളഞ്ഞിട്ടൊന്നും അമ്മ പോകൂല കേട്ടോ. അതാണ് അമ്മ, നമ്മളമ്മയാ. ഒരു ഫോട്ടോ എടുത്തരോ? ഫോട്ടോ. വേറെ നമ്മള് വീട്ടിലാ നൈറ്റി സ്റ്റൈൽ, നോ മേക്കപ്പ്, വിത്തൗട്ട് മേക്കപ്പ്. അമ്മ തടി ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാമോ? വളരെ നന്നായിട്ടുണ്ട്. കിട്ടിയോ? ചെമ്പരത്തി പൂ വയ്ക്കുന്ന റോസാ പോലെ തോന്നിക്കോ? ഇതാകുമ്പം ഒരു സ്റ്റൈലുണ്ട്, വല്ലാത്തൊരു അഴകുണ്ട്. വെച്ചിട്ടുണ്ടോ? നാടൻ പൂവല്ലേ? അയ്യോ ഇതെന്ത് ഇതങ്ങനെ അവിടെയാണോ വെക്കുന്നത്? പിന്നല്ലേ ചെവിയിലാണോ വെക്കുന്നത്? ഇവിടെ ഈ വെച്ചിരിക്കുന്നുണ്ടാ? ചുവപ്പേ അടിക്കാമോളൂ. എനിക്ക് പൂ നല്ലപോലെ നിൽക്കുന്ന കാണും. നല്ലപോലെ നിൽക്കുന്നുണ്ട്, അത് ചെമ്പരത്തി പൂവാണെന്ന് പറയും. പക്ഷെ ദൂരെ വെച്ച് നോക്കുമ്പോ ചുമപ്പില്ല, അത് റോസാ പൂവായിട്ട് തോന്നുന്നു. ഞെടുപ്പെടുത്ത് കളയണോടി പൊട്ടത്തര. എന്റെ പൊന്നേ, അതെന്റെ മുകളിൽ എങ്ങനെ ഇരിക്കുന്നില്ല. പണ്ടത്തെ ഞെടുപ്പെന്ന് പറഞ്ഞാൽ അതല്ല, അതാണ്ട് ഇതാണ്. ഇതെടുത്ത് കളയണം. ഇതാണോ ഞെടുപ്പ്? കൊള്ളാം, ഞാൻ അതിന്റെ വാല് കെട്ടി. റോസാ പോലെ ഇരിക്കും അല്ലേ? ദൂരെ നോക്കുമ്പോ ഒരു ചുമപ്പടിക്കുമ്പോ അമ്മയുടെ നോക്കൂ. വേണ്ട, നല്ലൊരു കാണിക്കണ്ട. എന്റെ റോസാപ്പൂവാണ്, അവള് ചെമ്പരത്തി പൂവും വെച്ച്. ശരി ഓക്കെ ബൈ. ഓക്കെ. കുളിക്കണം. അമ്മയും കുളിച്ചില്ല, ഞാനും കുളിച്ചില്ല. കുളിക്കാൻ പോണു. ഇനി വ്യാഴാഴ്ച കുളിച്ചു ചായ കുടിച്ച് അമ്മയുടെ നല്ല കിടിലൻ ചായയൊക്കെ കുടിച്ച് കേക്ക് കഴിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. വലിയ ആഘോഷിക്കാൻ പറ്റിയില്ല. ഈ വർഷം ഓണവും ആഘോഷിക്കാൻ പറ്റിയില്ല, ക്രിസ്മസും ഒന്നും എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അതിനെന്ത്, ഇനി ഈ പ്രാവശ്യം 2025 ഉത്സവം പറ്റുമോ? ഈ വർഷം എനിക്ക് ഈ വർഷം ഒന്നും ആഘോഷിക്കാൻ ഒക്കാത്തതിന്റെ എനിക്ക് ഓണം ആഘോഷിക്കാൻ ഒക്കാഞ്ഞതും. ഇപ്പം ക്രിസ്മസിനും എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് അമ്മയുടെ പിറക്കെ പോവേണ്ടി വന്നു. അപ്പോഴും അതോ തുടർന്ന് ന്യൂ ഇയറും അങ്ങനെ അങ്ങ് പോയി. ഓണത്തിന് എനിക്ക് വയ്യാതെ ആശുപത്രി കിടന്നു. അപ്പോഴത് ഓണം അങ്ങനെ അങ്ങ് പോയി. 2025 നല്ലൊരു വർഷം ആവട്ടെ. എന്നാലും വേണ്ടില്ല, നമുക്ക് ചെറിയ ചെറിയ ആപത്തുകളല്ലേ, അതിൽ കുഴപ്പമില്ല. നമുക്ക് വിഷമമൊന്നും ഉള്ളത് വരാതിരുന്നാ മതി അല്ലേ? കൊച്ചു സന്തോഷങ്ങളൊക്കെ വന്നില്ലേ? സന്തോഷമല്ല, വലിയ സന്തോഷം. പാലുകാച്ചി വന്നു, പാലുകാച്ചി സിനിമ റിലീസായി, തിയേറ്ററിൽ അമ്മയെ കണ്ടു, ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളും വന്ന്. അത് ഒരു മനുഷ്യന്റെ ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. വീട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മൂവി അല്ലേ? ആർക്കും കിട്ടാത്ത മതിയാക്കട സമയം അവൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട്